ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ വിദൂര ആദിവാസി ഗ്രാമമായ കുഞ്ചിപ്പെട്ടിയൂരിൽ നെല്ലും പച്ചക്കറികളും വിളവെടുപ്പിന് പാകമായി. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇവിടെ ഗോത്ര സമൂഹം വിളയിക്കുന്ന അരി കുഞ്ചിപ്പെട്ടി അരി എന്ന പേരിൽ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കർഷക കൂട്ടായ്മ. ഒരു റിപ്പോർട്ട്. സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു കിടക്കുന്ന കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിൽ കൊയ്ത്തുത്സവത്തിന്റെ ആവേശം അലയടിക്കുകയാണ്. ഗോത്ര സമൂഹം ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ചിപ്പെട്ടി അരി ഇനി വിപണിയിലെത്തും. കഴിഞ്ഞ വർഷം 5 ഏക്കറിൽ താഴെ കൃഷി ചെയ്തിരുന്ന കട്ടമുടി കുഞ്ചിപ്പെട്ടിക്കുടി പാടശേഖരത്തിൽ ഈ വർഷം 14.4 ഏക്കറിലേക്ക് നെൽകൃഷി വർദ്ധിച്ചു. ഇത് കൂട്ടായ്മയുടെ വിജയകഥ കൂടിയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് 17 വ്യക്തിഗത കർഷകരും 3 കുടുംബശ്രീ യൂണിറ്റുകളും ഉൾപ്പെടെ 20 കർഷകരാണ് ഈ പ്രാവശ്യം നെൽകൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷം 5 കർഷകർ മാത്രമാണ് കൃഷി ചെയ്തിരുന്നത്. ഈ വലിയ മാറ്റം സാധ്യമാക്കിയത് കൂട്ടായ്മയിലൂടെയാണ്. അഭിമാനകരമായ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ തരിശു നിലമായിട്ട് കിടന്ന ഏക്കർ കണക്കിന് തരിശു നിലമായിരുന്നു ഇത്. ഈ തരിശു നിലത്തിൽ നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിച്ചു. അതിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുവാനും മറ്റുള്ള ഇതര സാമൂഹിക സാംസ്കാരിക സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിഭവൻ, ശുചിത്വ, ഹരിത കേരളം, മറ്റ് കുറേ UNDP അങ്ങനെ കുറേ സംഘടനകൾ ഇവരുടെ സപ്പോർട്ടിനായിട്ടുണ്ട്. അവിടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് എനിക്കും അതിനകത്ത് ഒപ്പം പ്രവർത്തിക്കാനും നമ്മുടെ നാട്ടിലെ അന്യം നിന്ന് പോകുന്ന നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം എന്ന് കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ നെൽകൃഷിയെ തിരികെ കൊണ്ടുവരാനും സാധിച്ചു. ഇനിയും തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെട്ട പൂർണ്ണമായും ആദിവാസി വിഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് കട്ടമുടി കുഞ്ചിപ്പെട്ടി. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത്. വനത്താൽ ചുറ്റപ്പെട്ട ഇവിടം ഏകദേശം 20 ഏക്കറിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരമാണുള്ളത്. വർഷങ്ങളായി തരിശായി കിടന്ന ഈ പാടശേഖരത്തിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് UNDP പദ്ധതിയിലൂടെ വീണ്ടും കൃഷി ആരംഭിച്ചു. 30 കൊല്ലമായിട്ട് കൃഷി പോലും ഇല്ലാതെ കിടന്ന സ്ഥലമാണ്. നമുക്ക് UNDPയുടെ സഹായത്താണ് ഇത്രയും കാലം ഇത് കാടായിട്ട് കിടന്നിട്ടും നമുക്ക് അവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടായതുകൊണ്ട് ഇത്രയും നല്ല രീതിക്ക് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൻ്റെ എല്ലാവരും കൂടി ഇതിനൊക്കെ സഹകരിച്ച് ഈ നെല്ല് ഇത്രയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ ഇത്തിരി കൊതിച്ചേർന്നു. ഇത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഇത്തിരി സന്തോഷമുണ്ട്. ഏതായാലും ഇത്രയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. കേരള സർക്കാരിൻ്റെ ഹരിത കേരള മിഷൻ കുടിയിലെ നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹനം നൽകി. ഹരിത കേരള മിഷൻ, സലീം അലി ഫൗണ്ടേഷൻ, കാർഷിക വികസന കാർഷികക്ഷേമ വകുപ്പ്, കൃഷി വിജ്ഞാൻ കേന്ദ്രം, പട്ടികവർഗ വികസന വകുപ്പ്, അടിമാലി ഗ്രാമപഞ്ചായത്ത്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ മിഷൻ തുടങ്ങിയവരെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഗോത്രവർഗ സംസ്കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കുഞ്ചിപ്പെട്ടിക്കുടി. കുഞ്ചിപ്പെട്ടിക്കുടിയിൽ സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ് കുഞ്ചിപ്പെട്ടി റൈസ് എന്ന് ഇനി വിളിക്കാൻ പോകുന്ന കുഞ്ചിപ്പെട്ടി അരി. കുഞ്ചിപ്പെട്ടിക്കുടിയിൽ നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.